കണ്ടിട്ടില്ല. എന്തൊരു ബഹുമാനമുള്ള മനുഷ്യനാണ് ആ ഹുബൈബ് ബിൻ അദീ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ കഴുമരത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോ സയ്യിദ് ഇബ്നു ആമിർ തങ്ങൾ പറയാണ്, ഇന്നും ഞാൻ ആ രംഗം ഓർക്കുമ്പോ എനിക്ക് അബോധാവസ്ഥ വരികയാണ്. ഹുബൈബ് തങ്ങളെ നിറഞ്ഞു നിൽക്കുന്ന ഈമാൻ കണ്ടിട്ട് ഞാൻ അന്തം വിട്ടുപോയി. ഞാൻ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ചിട്ടില്ല. ഞാനും എന്റെ ഉപ്പയും അവിടെ സാക്ഷിയായിട്ടുണ്ട്. ഹുബൈബ് തങ്ങൾ ദുആർക്കുന്നൊരു ദുആ കേട്ടിട്ട് എന്റെ ഉപ്പ എന്റെ കാതും എന്റെ കണ്ണും മുറുക്കി പിടിച്ച് പൊത്തിപ്പിടിച്ചു പോയി. നമ്മൾ ആ ദുആ കേൾക്കണ്ട മോനെ, നമുക്ക് ആ ദുആ വരാൻ പാടില്ല. എല്ലാവരുടെ മുന്നിൽ വെച്ചും അബൂ സുഫിയാൻ അടങ്ങുന്ന സംഘം ഹുബൈബ് തങ്ങളോട് ചോദിക്കുന്നു, അല്ല ഹുബൈബ്, നിങ്ങളിപ്പ നിൽക്കുന്ന കടുമരത്തിന്റെ മുന്നില് നിങ്ങളെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുമോ? അതുഹിബ്ബു അന്ന മുഹമ്മദൻ മകാനക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഈ സ്ഥാനത്ത് നിൽക്കുന്നത് ഇഷ്ടമാകുമോ? ഹുബൈബ് തങ്ങളെ ഈമാനിന്റെ ഘനമെത്രയാ! ഹുബൈബ് തങ്ങൾ പറയുന്നു, ഞാൻ ഈ നിൽക്കുന്ന സ്ഥാനം പോയിട്ട് തങ്ങളിപ്പ മദീനത്ത് എവിടെയാണോ ആ നിൽക്കുന്ന സ്ഥാനത്ത് വെച്ച് അവിടുത്തെ കാലിന്റെ അടിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരൊറ്റ മുള്ള് തറക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമില്ല. എനിക്കത് സഹിക്കാൻ പറ്റൂല. എന്നെ നിങ്ങൾ കഴുമരത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുന്നത് എനിക്കൊരു പ്രശ്നമല്ല. പക്ഷേ ഞാനിവിടെ കഴുമരത്തിന്റെ മുന്നിൽ നേരം കാത്ത് കഴിയുമ്പോഴും എന്റെ നേതാവിനൊന്നും പറ്റിക്കൂടാ. എന്റെ നേതാവിനൊരു ചെറിയ മുള്ളു പോലും തറക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയൂല. ഈ മഹബ്ബത്തിന്റെ ആധിക്യം കണ്ട്, ഇതിന്റെ അതുല്യമായ സൗന്ദര്യം കണ്ട് അബൂ സുഫിയാനും കൂട്ടരും ചിരിക്കുകയാണ്. അങ്ങകല മദീനയിലുള്ള നേതാവിന് ഒരു കാലിൽ മുള്ളു തറക്കുന്നത് പോലും സഹിക്കാൻ കഴിയാത്ത ഈമാനാ. അത്ര വലിയ മഹബ്ബത്താ. എനിക്കെന്ത് പറ്റിയാലും എനിക്കെന്ത് സംഭവിച്ചാലും എന്റെ നേതാവിനൊന്നും പറ്റിക്കൂടാ. അങ്ങനെ പറ്റി എന്ന് നിങ്ങൾ പറയുന്നത് കേൾക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ പറ്റൂല. സയ്യിദ് ഇബ്നു ആമിർ തങ്ങൾ പറയാണ്, ഒരുപാട് ആളുകളെ കഴുമരത്തിൽ അവിടെ ഏറ്റിയിട്ടുണ്ട്. പക്ഷേ ഹുബൈബ് ഇബ്നു അദീ റളിയല്ലാഹു അൻഹുവിന്റെ നിറഞ്ഞ ഈമാൻ, അല്ലാഹുവിനോടുള്ള ആത്മബന്ധം ഞാൻ മനസ്സിലാക്കിയത് അന്നാണ്. ചോദിക്കുന്നു, ഹുബൈബ്, അവസാനമായിട്ട് വല്ല ആഗ്രഹവുമുണ്ടോ? ഹുബൈബ് ഇബ്നു അദീ റളിയല്ലാഹു അൻഹു പറയുന്നത്, ദഊനി ഉസല്ലി റക്അതൈൻ, എന്നെ കെട്ടൊന്ന് അഴിച്ചു തരൂ, ഞാനൊരു 2 റക്അത്ത് നിസ്കരിക്കട്ടെ, അല്ലാഹുവിനോടൊന്ന് മുനാജാത്ത് നടത്തട്ടെ. ആ റബ്ബല്ലേ എനിക്ക് ഭക്ഷണം തന്നത്, ആ റബ്ബല്ലേ എനിക്ക് സ്പെഷ്യലായി നിങ്ങൾ ആരും കൊണ്ടുതരാത്ത നല്ല മുന്തിരി തന്നത്, ആ റബ്ബല്ലേ എനിക്ക് ബഹുമാനം നൽകുന്നത്, ആ റബ്ബല്ലേ ഇത്രയും കാലം എനിക്ക് ജീവനും എനിക്ക് സംരക്ഷണവും തന്നത്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും വലിയ കടപ്പാട് എന്റെ ഖാലിഖായ റബ്ബിനോടാ. അതിനപ്പുറം വലിയ കടപ്പാട് എനിക്ക് ആരോടുമില്ല.
അവര് കയ്യിന്റെ കെട്ടയിച്ചു കൊടുത്തപ്പോ ഖുബൈബ് ബിൻ അദീ റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് മഹാനവറുകളുടെ മനസ്സിന്റെ താല്പര്യം, ഞാൻ എന്റെ ശബ്ദം ശവിക്കുന്ന സർവ്വ സഹോദരങ്ങളോടും സഹോദരിമാരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ, സൗമ്യതയുടെ ഭാഷയിൽ ഒരു കാര്യം പറയട്ടെ. കഴുമരത്തിന്റെ മുന്നിൽ വെച്ചും അള്ളാഹുവിനോട് മുനാജാത്ത് നടത്തുന്നൊരു മനസ്സ്, അള്ളാഹുവിലേക്ക് തിരിയുന്നൊരു മനസ്സ്, ഒരിഞ്ച് പോലും പേടിക്കാതെ ഭയപ്പാടില്ലാതെ റബ്ബിലേക്ക് തിരിഞ്ഞുകൊണ്ട് മുനാജാത്ത് നടത്താനും അത്തഹിയാത്ത് പറയാനും കെൽപ്പുള്ളൊരു മനസ്സ്, ആ മനസ്സ് നിറയെ അള്ളാഹുവിനോടുള്ള കണക്ഷനാ. എത്ര തിരക്കിൽ നിങ്ങൾ പെട്ടാലും, എത്ര സുഖത്തിൽ നിങ്ങൾ പെട്ടാലും, എത്ര ദുനിയാവിന്റെ സമൃദ്ധിയിൽ കുടുങ്ങിയാലും റബ്ബിനുള്ള ശുക്റാകുന്ന നിസ്കാരം കയ്യൊഴിക്കല്ല, വിട്ടുപോകല്ല. പ്രായപൂർത്തിയും ബുദ്ധിയും എത്തിയ ശേഷം ഏതെങ്കിലും ഒരു നിസ്കാരം ദുർബല നിമിഷത്തിൽ അല്ല വിട്ടുവീഴ്ച തരാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നഷ്ടമായി പോയോ, അത് ചിന്തിച്ച് ആലോചിച്ച് ഓരോ ദുആഇന് ഇജാബത്തുള്ള രാവിലും പൊട്ടിക്കരയണേ, തൗബ ചെയ്യണേ. നിസ്കരിക്കാത്ത മനുഷ്യന്, നിസ്കാരം ഒഴിവാക്കുന്ന മനുഷ്യന് വിജയിക്കാൻ കഴിയില്ല. ദുനിയാവിന്റെ വിജയമല്ലല്ലോ യഥാർത്ഥ വിജയം. രണ്ട് ലോകത്തുമുള്ള വിജയമല്ലേ യഥാർത്ഥ വിജയം. ആ വിജയം ലഭിക്കുന്നത് നിസ്കരിക്കുന്നവർക്കല്ലേ, റബ്ബിനോട് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നന്ദി ചെയ്യുന്നവർക്കല്ലേ. ആ റബ്ബ് തരുന്ന വെള്ളം കുടിച്ച്, ആ റബ്ബ് തരുന്ന വീട്ടിൽ കിടന്നുറങ്ങി, ആ റബ്ബ് തരുന്ന ജോലിയും ചെയ്ത് സമ്പാദിച്ച് യജമാനനായ റബ്ബിന് ഒരു 17 മിനിറ്റിന്റെ ശുക്രിന് നേരമില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ആരാ സഹോദരാ? നമുക്കെന്ത് യോഗ്യതയാ? നമ്മൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹ്ക്കൊന്നും വരാനില്ല. നമ്മൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹ്ക്കൊന്നും കുറയാനില്ല. അല്ലാഹു പറഞ്ഞത് കേട്ടില്ലേ? ഇൻ തക്ഫുറൂ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും. നിങ്ങളൊക്കെ നന്ദികേട് ചെയ്താലും അല്ലാഹ്ക്കൊന്നും വരാനില്ല. ഫഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും. അല്ലാഹുവിന് നിങ്ങളെ നന്ദി വേണ്ട. റബ്ബിന്റെ കമാലിയത്തിന്, അവന്റെ ജലാലിയത്തിന് നിങ്ങൾ ആരുടെയും ഒത്താശ വേണ്ട. നിങ്ങൾ നന്ദികേട് ചെയ്യുന്നവരാണെങ്കിൽ, നേരാനേരം നിസ്കരിക്കാത്തവരാണെങ്കിൽ, നിസ്കരിക്കണമെന്ന് ബോധമില്ലാത്തവരാണെങ്കിൽ, അല്ലാഹു തആലാക്ക് നിങ്ങൾ നിസ്കരിക്കാത്തത് കൊണ്ട് ഒന്നും വരാനില്ല. അല്ലാഹു നിരാശ്രയനാണ്, അല്ലാഹു ഐശ്വര്യനാണ്. അതേ സമയത്ത് വൈൻ തഷ്കുറു യർളഹു ലക്കും. നിങ്ങൾ നന്ദി ബോധമുള്ളവരാണോ, അല്ലാഹു നിങ്ങളെ തൃപ്തിപ്പെടുന്നു. ആ നന്ദി ബോധമുള്ളവരായി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. വർഷത്തിൽ എവിടെയെങ്കിലും ഒരു നിസ്കാരം അള്ളാഹുവിന്റെ ദീന് പഠിപ്പിച്ച കാര്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതാകെ രണ്ടെണ്ണമേ ഉള്ളൂ. ഒന്ന് അനിയന്ത്രിതമായ ഉറക്കം. ഉറങ്ങിപ്പോയി ഒന്നും നിസ്കരിക്കുന്ന ആളാണ്, ടൈമിന് നിസ്കരിക്കുന്ന ആളാണ്, ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് അറിഞ്ഞില്ല. എന്നും രാവിലെ 7 മണിക്ക് നിസ്കരിക്കുന്ന ആളെ പറ്റിയല്ല ഞാൻ പറഞ്ഞേട്ടോ. എന്നും രാവിലെ 8 മണിക്ക് ഒന്ന് കൈകി കൂട്ടിയിട്ട് സുബഹിസ്കരിക്കുന്ന ആളെ പറ്റിയല്ലേ ഞാൻ അങ്ങനെ തെറ്റിദ്ധരിക്കരുതാരോ. ഇപ്പോഴൊക്കെ ക്ലിപ്പായി തെറ്റിദ്ധരിക്കുന്ന കാലമാണ്. വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പൊ വേദന. പഴയ കാലം പോലെ നമ്മൾ വിചാരിക്കും വേദന നല്ല സുഖമാണ്, ഇപ്പൊ ബുദ്ധിമുട്ടാണ്. കാരണം അടിവരയിൽ എവിടെയെങ്കിലും ഒരു കുറിപ്പ് കിട്ടുന്നോ നോക്കി നടക്കാണ് ദുനിയാവ് ആഖിറത്ത് രക്ഷപ്പെടുത്താൻ. എന്നിട്ട് അവിടെ കട്ട് ചെയ്താൽ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പുറപ്പുറം നോക്കണ്ടേ, നമുക്കിത് മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, എന്നും രാവിലെ 7 മണിക്ക് 8 മണിക്ക് എണീറ്റ് സുബഹിസ്കരിക്കുന്ന ആളെ പറ്റിയല്ലേ ഞാൻ പറഞ്ഞു. എന്നും നിസ്കരിക്കുന്ന ആളാണ്. ക്ഷീണം കൊണ്ടോ എന്തോന്നറിയില്ല, ഒരു ദിവസം അങ്ങനെ എഴുന്നേറ്റപ്പോഴേക്കും ആള് ബേജാറാ പോയി. പഠിച്ചോനെ, എന്റെ സുബഹി, എന്റെ ളുഹർ ഞാൻ ഇത്ര ഉറങ്ങുന്നു കരുതിയില്ലല്ലോ. വിളിക്കാനൊക്കെ ആളെ ഏൽപ്പിച്ചിരുന്നല്ലോ, അവര് വിളിച്ചിരുന്നു. പക്ഷെ എന്താന്നറിയില്ല, അന്ന് കുറച്ച് ഉറക്കം അങ്ങനെ ആയിപ്പോയി.
നിസ്കരിച്ചാ മതി. അല്ലാഹു തആല അതിൽ ചോദ്യം ചെയ്ത് ശിക്ഷിക്കൂല. അല്ലാഹു അർഹമുർ റഹീമീനാണ്. ഇങ്ങനെ സംഭവിച്ചു. മറ്റൊന്നുള്ളത് മറതിയാണ്. കാരണം മറന്നുപോയി. ദുഃഖം കൊണ്ടോ സന്തോഷം കൊണ്ടോ ഒക്കെ മറതി വരാലോ, മനുഷ്യനല്ലേ, മറന്നുപോയി. മൂന്നാമത്തൊരു കാരണമില്ല. ജോലിയോ രോഗമോ കല്യാണമോ ചികിത്സയോ യാത്രയോ ഒന്നും കാരണമല്ല. ഒന്നും കാരണമല്ല. രോഗമൊന്നും കാരണമല്ല. വെറുതെ അങ്ങനെ ഗതികുത്തിരിക്കരുത്.